ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കാണുന്ന പോലെ നമുക്കൊരു ചുരിദാർ മോഡൽ നൈറ്റ് തയ്ക്കാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇട്ടിരിക്കുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ കൊടുത്തിരിക്കുന്ന ബെല്ലൈക്കനോടൊക്കെ ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. ഞാനിടുന്ന വീഡിയോസൊക്കെ എപ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ എൻ്റെ ചാനലിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള നൈറ്റികളോ നൈറ്റി ബിറ്റുകളോ അല്ലെങ്കിൽ ചുരിദാറുകൾ തയ്ക്കാനുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമുക്കിന്ന് നല്ലൊരു ചുരിദാർ മോഡൽ നൈറ്റി തയ്ക്കാനായിട്ട് പഠിക്കാം. ഇത് ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. രണ്ട് നൈറ്റികൾ ബിറ്റുകളാണ് ഞാൻ ഇടുന്നത്. ആദ്യം ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ ക്ലോസ് സൈഡ്, ഫോൾഡിങ് സൈഡ് നമ്മുടെ വശത്തും മുകൾ വശത്തുമായിട്ട് മടക്കുക. ഓപ്പണിംഗ് സൈഡ് എപ്പോഴും ഓപ്പോസിറ്റ് സൈഡിലും താഴ്ഭാഗത്തുമായിട്ട് വരണം. നമ്മൾക്ക് പെട്ടെന്ന് തയ്ക്കാനായിട്ട് നമ്മൾ അളവ് നൈറ്റികളുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് അയൺ ചെയ്തൊരു അളവ് നൈറ്റി എടുത്ത് ഇതിന് മുകളിലേക്ക് അതേ പൊസിഷനിലേക്ക് വെച്ച് ചുരിദാർ മോഡൽ നൈറ്റിക്ക് അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് 1/4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ അധികം ഇട്ടുകൊണ്ട് വേണം എൻ്റെ കഴുത്തും കൈയും സൈഡ് വശങ്ങളെല്ലാം മാർക്ക് ചെയ്യാനായിട്ട്. വേണമെങ്കിൽ നമുക്ക് കഴുത്തകലം ഒന്ന് അളന്ന് നോക്കാം. ഒരുപാട് കൂടുതലാണെങ്കിൽ നമുക്ക് കുറയ്ക്കാം. ഒരു 3.5 ഇഞ്ച് ഒക്കെ മതി കഴുത്തകലം എന്ന് പറയുന്നത്. ഷോൾഡർ എന്ന് പറയുന്നത് ഒരു 8 ഇഞ്ചോളം മൊത്തത്തിൽ മതി. അപ്പോൾ ഈ ചുരിദാറിൻ്റെ ഈ നൈറ്റിയുടെ മോഡൽ നൈറ്റി വെച്ചുകൊണ്ടാണ് നമ്മൾ അളവ് നൈറ്റി വെച്ചുകൊണ്ട് മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് സ്റ്റിച്ചിൻ്റെ തയ്യൽ തുമ്പിൻ്റെ അവിടം വരെ മാർക്ക് ചെയ്യുക. അതുപോലെ താഴ്ഭാഗത്തും അതിൻ്റെ കൈക്കുഴിയുടെ സ്റ്റിച്ച് എവിടം വരെ ചെല്ലുന്നു ആ ഭാഗത്തൊരു മാർക്ക് ചെയ്യുക. എന്നിട്ട് ബോഡി പാർട്ടിൻ്റെ അവിടെ നമ്മളൊരു 1/2 ഇഞ്ചോളം അധികം ഇട്ടുകൊണ്ട് വേണം മാർക്ക് ചെയ്യാൻ. എന്താണെന്ന് ചോദിച്ചാൽ ഇത് തുണി കോട്ടൺ തുണി ആയതുകൊണ്ട് നനയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ചുരുങ്ങോ എല്ലാം ചെയ്താൽ ഒരിക്കലും നൈറ്റി ചെറുതാകാൻ പാടില്ല. നൈറ്റി എപ്പോഴും ലൂസായിട്ട് കിടക്കണമല്ലോ. അപ്പം നമ്മളങ്ങനെ ചെയ്തിട്ട് വേണം വെട്ടാനായിട്ട്. അപ്പോൾ കൈക്കുഴിയുടെ ഭാഗമാണ് ഞാൻ ഈ കാണിക്കുന്നത്. കൈക്കുഴി മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ചെറിയൊരു സ്ട്രെയിറ്റ് ലൈന് കൊടുക്കുക. മേലോട്ട് നമ്മൾ ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് കൈക്കുഴി വെട്ടാനായിട്ട് എളുപ്പമാകും. ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് താഴേക്ക് നമ്മൾ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞ് പോകാതിരിക്കാൻ നമ്മളൊന്ന് മാർക്ക് എടുക്കുകയാണ്. എൻഡിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൽ എത്രയാണ് നമ്മൾ മാർക്ക് ചെയ്ത് ഷോൾഡറിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് ഇതിനകത്ത് തന്നെ 10 ഇഞ്ച് വരുവാണ്. ആ 10 ഇഞ്ച് അതേ സെയിം പോലെ തന്നെ താഴെ മാർക്ക് ചെയ്യണം. എന്നിട്ട് കൈക്കുഴി കൈക്ക് ആം ഹോളാണ് വെട്ടുന്നത്. അപ്പോൾ നമ്മളത് സ്ക്വയർ പോലെ ആക്കിയതിന് ശേഷം വെട്ടാനാകുമ്പോൾ നമുക്ക് എളുപ്പം വെട്ടാനായിട്ട് പറ്റും. അവിടുന്ന് ഫ്രണ്ട് ആം ഹോളിൻ്റെ അവിടെ വരുന്നത് 1 ഇഞ്ചും ബാക്ക് പാർട്ടിൻ്റെ അവിടെ വരുന്നത് 1.5 ഇഞ്ചോളം നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആം ഹോൾ കർവ് ഉണ്ടെങ്കിൽ അത് വെച്ച് വരയ്ക്കുക. അല്ലാതെ നമ്മൾ ഞാൻ പലപ്പോഴും വെറും കൈ കൊണ്ടാണ് വരയ്ക്കുന്നത്. നമ്മളങ്ങനെ ചെയ്യുകയാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷൻ എന്ന് പറഞ്ഞ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അതോടൊപ്പം തന്നെ കൊടുത്തിരിക്കുന്ന ബെല്ലൈക്കണോടൊന്ന് എനേബിൾ ചെയ്യുകയാണ്. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ കൈയുടെ നീളം എടുക്കുകയാണ്. കൈയുടെ നീളം അവർക്ക് കുറച്ച് കൈയുടെ നീളം മതി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് ഒരു 7 ഇഞ്ചോളം മതി കൈയുടെ നീളം അവർക്ക്. അപ്പോൾ നമ്മൾ താഴ്ഭാഗത്തൊന്ന് മടക്കി അടിക്കാനുണ്ട്. പിന്നെ മേൽഭാഗത്ത് ഷോൾഡറുമായി അറ്റാച്ച് ചെയ്യാനുള്ള ഭാഗം. അപ്പോൾ അരയല്ല 3/4 ഇഞ്ചോളം അധികം ഇട്ട് തൈയുടെ നീളത്തെക്കാൾ 7.75 ഇഞ്ചോളം ഇട്ട് വേണം കൈ വെട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ കുഴിച്ച് വെട്ടാനായിട്ട് 3 ഇഞ്ചോ 3.5 ഇഞ്ചോ മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്യുകയാണ്.
അപ്പം നമ്മളിപ്പോൾ 10 എടുത്താൽ 10-ൽ നിന്ന് 3 കുറയ്ക്കുക, അല്ലെങ്കിൽ 3.5 ഇഞ്ച് കുറച്ചുകൊണ്ട് 7 അല്ലേ കിട്ടുന്നത്. ആ 7 താഴെ മാർക്ക് ചെയ്യേണ്ടത്, കൈ കുഴിച്ച് വെട്ടേണ്ടത്. കുഴിച്ച് വെട്ടി കഴിയുമ്പം നമുക്ക് 7 ഇഞ്ച് കൈ നീളം കിട്ടി. ഇത് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ 7.5 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് 7.25 ഇഞ്ചിൽ നിന്ന് 3 ഇഞ്ച് കുറച്ച് വേണം വെട്ടാനായിട്ട്, മാർക്ക് ചെയ്യാനായിട്ട്. ഇനി താഴ്ഭാഗം നമ്മളെടുക്കുമ്പോൾ താഴ്ഭാഗത്തിന് നല്ല ഒരു 1/2 ഇഞ്ചോളം വീതിക്ക് ഇട്ട് മടക്കിയാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. കണ്ടില്ല, അതിൻ്റെ എഡ്ജ് വന്നിട്ട് ഈ അളവ് നൈറ്റിയുടെ സൈഡ് ഭാഗം വന്നിട്ട് തൂങ്ങി നിൽക്കുന്നൊരു നൈറ്റിയാണത്. അതുകൊണ്ടാണ് ഇങ്ങനെ മെഷർമെൻറ്റ് വരുമ്പോൾ അളവിൽ വ്യത്യാസം വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ താഴ്ഭാഗം വരച്ചിട്ടുണ്ട്, ആ ആ സൈഡിൽ 1 ഇഞ്ചോളം നമ്മൾ മേളിൽ കയറ്റി മാർക്ക് ചെയ്യുക. അപ്പം നമ്മളിങ്ങനെ നൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും താഴോട്ട് ഇങ്ങനെ സൈഡ് ഇങ്ങനെ തൂങ്ങി കിടക്കുകയില്ല. അപ്പോൾ 1 ഇഞ്ചോളം നമ്മളങ്ങനെ മേളോട്ട് കയറ്റിയാണ് കർവ് ചെയ്ത് വരയ്ക്കുകയാണ്. ഇതെല്ലാം വരച്ചതിന് ശേഷം നമ്മൾ വെട്ടിയെടുക്കും കേട്ടോ. വെട്ടുന്നൊന്നും ആരെയും കാണിക്കില്ല. അതിൻ്റെ ഫ്രണ്ട് നെക്കിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു കോട്ടൺ തുണിയാണ്. അത് നെക്ക് നമ്മൾ ഈ പേപ്പർ ക്യാൻവാസയിലാണ് എടുത്തിരിക്കുന്നത്. പേപ്പർ ക്യാൻവാസയിൽ 3.25 ഇഞ്ച് അകലവും 6.5 ഇഞ്ച് ഇറക്കവുമാണ് കഴുത്തിനെടുത്തിരിക്കുന്നത്. നമ്മളത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ അങ്ങ് വെട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഔട്ടർ ബോഡിക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ 2 ഇഞ്ചോളം അകലം എടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മളുടെ ഇഷ്ടമനുസരിച്ച് ഡിസൈൻ പോലെ നമ്മൾ വീതി കൂട്ടുകയോ കുറയ്ക്കുകയോ അത് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യുക. നമ്മൾ അതിനനുസരിച്ച് ഇത് തയ്ച്ച് കഴിഞ്ഞ ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് ബാക്കി എക്സ്ട്രാ തുണികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇടുക. എന്നിട്ട് നമ്മളത് നൈറ്റിയുടെ ഫ്രണ്ട് പോർഷൻ എടുത്തു, അതിൻ്റെ ഉൾവശം എടുക്കുക. അതിലേക്ക് നമ്മൾ അതിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്തതിന് ശേഷം ഈ നമ്മൾ കഴുത്തിന് വേണ്ടി തയ്ച്ചു വെച്ചിരുന്ന ഭാഗമുണ്ടല്ലോ, അത് അതിലോട്ട് ഇതിൻ്റെ സെൻറ്ററും കൂടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ്. അപ്പോൾ 2 സൈഡിലും അതിൻ്റെ സെൻറ്ററും ഇതിൻ്റെ സെൻറ്ററും ഒരുപോലെ സെൻറ്റർ വരണേ, നടുക്കായിട്ട് വരണം. അല്ലെങ്കിൽ ഒരു സൈഡ് കയറി ഇറങ്ങിപ്പോകും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അതിനെല്ലാം പിന്നു കുത്തി വെച്ചതിന് ശേഷം തയ്ക്കാനായിട്ട് തുടങ്ങുക. ഇത് പ്യുവറായിട്ടുള്ള റൗണ്ട് നെക്കല്ല, ചെറുതായിട്ടൊരു കർവുള്ളൊരു നെക്കാണ് ഇത് വന്നിരിക്കുന്നത്. ഇതുപോലെ നൈറ്റിലൊക്കെ വേണ്ടിയവർ എൻ്റെ ഇതിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഞാൻ ഓർഡർ അനുസരിച്ച് തയ്ച്ചു കൊടുക്കുന്നതായിരിക്കും. പലപ്പോഴും എൻ്റെ കയ്യിൽ സ്റ്റോക്കുകൾ കുറവായിരിക്കും, പക്ഷേ ഓർഡർ അനുസരിച്ച് എൻ്റെ കയ്യിൽ മെറ്റീരിയലുണ്ട്. അളവുകൾ പറഞ്ഞു തന്നാൽ ഞാൻ ആ രീതിയിൽ തയ്ച്ച് ഒരു നൈറ്റി തയ്ച്ചൊക്കെ ഇതുപോലുള്ളൊരു ചുരിദാർ നൈറ്റിയൊക്കെ തയ്ച്ച് തരുന്നത് 250-260 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. അത് ഡിസൈൻ കൂടുന്നതനുസരിച്ച് ഞാനിതിലാണെങ്കിൽ ഓവർലോക്കിങ് ചെയ്താണ് എൻ്റെ നൈറ്റികൾ എപ്പോഴും തയ്ക്കുന്നത്. കോട്ടൺ നൈറ്റികൾക്കൊന്നും ഒരിക്കലും ഓവർലോക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ ഞാൻ എൻ്റെ നൈറ്റിക്കൊക്കെ ഓവർലോക്ക് മെഷീൻ മേടിച്ചിരുന്നത്, അതുകൊണ്ട് അത് വെച്ച് ഞാൻ ഓവർലോക്ക് ചെയ്തിട്ടാണ് വിൽക്കാനായിട്ട്. ഇത് ആ കഴുത്തിനിട്ട് നമ്മൾ തിരിച്ചിടുകയാണ്. തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് ആ സൈഡിൽ കൂടെ പ്രസ് ചെയ്ത് തയ്ക്കും. അന്നേരം നമ്മൾ സെൻറ്ററൊക്കെ നോക്കി പിന്നു കുത്തിയതിന് ശേഷമേ തയ്ക്കാൻ തുടങ്ങാവേ. ഇത് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഒന്ന് സ്ലോയിൽ കണ്ടതിന് ശേഷം 1-2 വട്ടം ഇത് കണ്ടതിന് ശേഷം തയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യാവൂ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ലതാണ്, എളുപ്പമാണ്, പറ്റുമെന്ന് തോന്നും. പക്ഷേ തയ്ക്കാനും വെട്ടാനും സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അയ്യോ അതെങ്ങനെയായിരുന്നു ഇതെങ്ങനെയായിരുന്നു എന്നൊക്കെ സംശയം ഉണ്ടാകുന്നത്. അപ്പോൾ 2-3 വട്ടം കണ്ടതിന് ശേഷം തയ്ക്കാൻ തുടങ്ങുന്നതായിരിക്കും നല്ലത്. അങ്ങനെ കഴുത്തിൻ്റെ ആ ഭാഗം തയ്ച്ചതിന് ശേഷം വീണ്ടും ഒരു ഇതുപോലെയൊക്കെ ഇരിക്കും, നല്ല വൃത്തിയായിട്ടിരിക്കും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ
ഒന്നുകൂടെ പ്രസ് ചെയ്ത് ഒരു പ്രഷർ പുട്ടിൻ്റെ അകലത്തിൽ ഇപ്പോൾ തയ്ച്ചതിൻ്റെ തൊട്ടരികിൽ കൂടെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് തയ്ക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനത്തെ പ്ലെയിനായിട്ടുള്ള നെക്ക് വെച്ച് ഇതിൽ ഒരു ഡിസൈനൂടെ നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറിയൂടെ ചെയ്യുന്നുണ്ട്. നമുക്ക് വെക്കാനുള്ളത് വേണ്ടിയതെന്ന് വെച്ചാൽ ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസ് വെട്ടിയിടുന്നത് കഴുത്തിന് അടിക്കാനുള്ളത്. ഇത് നമ്മളിപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ പോർഷൻ വെട്ടി ഭാഗമാണ് ഈ കാണുന്നത്. 1 ഇഞ്ചോളം വീതിക്ക് വേണം ഈ ക്രോസ് പീസ് വെട്ടിയെടുക്കാനായിട്ട്. ഇത് നമ്മൾ ജോയിൻ ചെയ്തിട്ട് വേണം കഴുത്തിൽ തയ്ക്കാനായിട്ട്. അല്ലാതെ നമുക്ക് വേറെ അഡീഷണൽ തുണിയൊന്നും ഇല്ല. ഓരോ പീസും നമ്മൾ തമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് നമ്മൾ മടക്കി അടിക്കുന്നുണ്ട്. ആ ക്രോസ് പീസ് ഒരു സൈഡ് ആദ്യമേ മടക്കി അടിച്ചതിന് ശേഷമാണ് ഞാൻ കഴുത്തിൽ അറ്റാച്ച് ചെയ്യുന്നത്. എൻ്റെ കൂട്ടുകാരൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓൾമോസ്റ്റ് മിക്ക ആൾക്കാർക്കും ഇതറിയാൻ തയ്ക്കാൻ. എല്ലാം തയ്ക്കാൻ അറിയാൻ വയ്യാത്ത ആൾക്കാരുമുണ്ട്. അവർ ഉദ്ദേശിച്ചാണ് ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബാക്കിൻ്റെ പുറവശത്തെ പാർട്ട് എടുത്തിട്ട് കഴുത്ത് അറ്റാച്ച്. ഇപ്പം നമ്മൾ ഓൾറെഡി ഫ്രണ്ട് പോർഷൻ തയ്ച്ച് വെച്ചായിരുന്നല്ലോ, നെക്കെല്ലാം കറക്റ്റായിട്ട് തയ്ച്ചു. അപ്പം നമ്മൾ ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കറക്റ്റായിട്ടുള്ള അകലം എടുത്ത് ഒരു 4 ഇഞ്ചോളം തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഷോൾഡർ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ അത് ആ ഫ്രണ്ട് പീസുമായിട്ട് കറക്റ്റായിട്ട് വരും. ഞാനിതിന് ബാക്ക് നെക്ക് ഇടുന്നത് 4 ഇഞ്ചാണ്. 4 ഇഞ്ച് ഇറക്കത്തിലാണ്. എന്നിട്ട് അത് വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ആ തയ്ച്ച് വെച്ചിരുന്ന ക്രോസ് പീസില്ലേ അതെടുത്ത് കഴുത്തിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യും. ഒരു 4 ഇഞ്ച് അകലത്തിൽ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തയ്ച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴും നമ്മൾ ക്രോസ് പീസ് കഴുത്തിനൊക്കെ ബാക്ക് നെക്കിനൊക്കെ തയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും ക്രോസ് പീസ് വലിച്ചു പിടിച്ച് തയ്ക്കാതെ ലൂസാക്കിയിട്ടുകൊണ്ട് വേണം തയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് മടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വരും. ബോഡി പാർട്ട് എപ്പോഴും ചുളുങ്ങിപ്പോകും. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ഈ ക്രോസ് പീസ് എപ്പോഴും ലൂസാക്കി വേണം തയ്ക്കാനായിട്ട്. ഇങ്ങനെ ഒരു വട്ടം തയ്ച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അത് പ്രസ് ചെയ്ത് അതിൻ്റെ ആ തയ്യൽ അരികിൽ കൂടെ വീണ്ടും ഒന്നുകൂടെ തയ്ക്കും. അതിൻ്റെ സൈഡിൽ കൂടെ പ്രസ് ചെയ്ത് തയ്ക്കും. നമ്മളിപ്പം ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുകയാണ്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. ഫ്രണ്ട് ഭാഗവും ബാക്ക് പാർട്ടും കൂടെ എടുത്ത് ഒന്നിച്ച് വെച്ചതിന് ശേഷം ഈ വീഡിയോ ചെയ്തതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഷോൾഡർ ജോയിൻ ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി നിൽക്കാൻ നല്ല വൃത്തിക്കായിട്ട് ഇരിക്കും. ഞാൻ എല്ലാ ഭാഗങ്ങളിലും ഓവർലോക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡറൊക്കെ ഓവർലോക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് പടി മടക്കി അടിക്കുക എന്നുള്ളതാണ്. അകത്തേക്ക് മടക്കി
ഇനി നമുക്ക് കൈ തയ്ക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ കൈക്കിൻ്റെ അറ്റത്ത് നമ്മളൊരു ബ്ലാക്ക് കളറുള്ള നെക്കിന് വെച്ചതുപോലൊരു തുണി പടി നമ്മൾ മടക്കിയടിക്കുന്നുണ്ട് കൈയുടെ അറ്റത്തെ. അപ്പോൾ അത് അകത്തുനിന്ന് വെച്ചിട്ട് പുറത്തേക്കാണ് നമ്മൾ തയ്ക്കുന്നത്. ആദ്യം ഒരു ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മളത് പുറത്തേക്ക് മടക്കി വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് തയ്ച്ചതിന് ശേഷം അത് നമ്മൾ എത്ര വീതി വേണം, 1/2 ഇഞ്ച് വേണമെങ്കിൽ 1/2 ഇഞ്ച്, 1/4 ഇഞ്ച് മതി 1/4 ഇഞ്ച്, ആ വീതിക്ക് നമ്മൾ അതിന് മുകളിൽ കൂടെ സ്റ്റിച്ച് കൊടുക്കുന്നു. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലെ അത് അകത്തുനിന്ന് പുറത്തേക്കൊന്ന് മടക്കി എഡ്ജിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ കൈ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ തയ്ക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് നമ്മുടെ കൈയുടെ സെൻറ്റർ പോർഷന് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കൈ തയ്ക്കാൻ തുടങ്ങുകയാണ്. കൈ ബോഡി പാർട്ട് ഒന്നും വലിച്ചു പിടിച്ച് തയ്ക്കരുത്, ലൂസായിട്ട് വേണം തയ്ക്കാനായിട്ട്. പിന്നെ കൈയുടെ പാർട്ട് തയ്ക്കുമ്പോൾ അവിടെ 2 സ്റ്റിച്ച് ഇട്ട് വേണം തയ്ക്കാനായിട്ട്. ഒരു തവണ തയ്ച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടെ അതിങ്ങനെ വീണ്ടും ഒരു തവണയോടെ സ്റ്റിച്ച് ഇടണം. അല്ലെങ്കിൽ കൈയുടെ ഭാഗമൊക്കെ പെട്ടെന്ന് സ്റ്റിച്ചൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും 2 സ്റ്റിച്ച് ഇട്ട് വേണം തയ്ക്കാനായിട്ട്. ഞാനിവിടെ 2 തവണ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഓവർലോക്കും ചെയ്യുന്നുണ്ട്. ഇതിന് കൈ തയ്ച്ചതിന് ശേഷം നമ്മൾ ഓവർലോക്ക് ചെയ്തു. ഇനി നമുക്ക് കൈയുടെ വണ്ണം എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ഓൾറെഡി ഒരു കൈ തയ്ച്ച് വെച്ചത് അതിൻ്റെ സെയിം അളവിൽ തന്നെയാണ് അടുത്ത കൈയും തയ്ച്ച്. കൈ തയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളെപ്പോഴും ബാക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് വേണം തയ്ക്കാനായിട്ട്. അതായത് കെട്ടിയിട്ട് വേണം തയ്ക്കാനായിട്ട്. അങ്ങനെ നമ്മൾ സൈഡ് വശം തയ്ക്കുകയാണ്. ഒരു 1/2 ഇഞ്ചോളം വീതിക്കിട്ട് വേണം തയ്ക്കാനായിട്ട്. കൈയുടെ അവിടുത്തെ സീം അലവൻസ് നമ്മളെപ്പോഴും കൈയുടെ പോർഷൻ്റെ സൈഡിലോട്ട് വെച്ചിട്ട് വേണം തയ്ക്കാനായിട്ട്. ഇങ്ങനെ ഒരേ വീതിക്ക് താഴ്ഭാഗം വരെ നമ്മൾ തയ്ച്ച് ചേർക്കുകയാണ്.
തയ്ച്ചതിന് ശേഷം നമ്മൾ അടിഭാഗവും ഒരു 1/2 ഇഞ്ചോളം മടക്കി നമ്മൾ തയ്ക്കുന്നുണ്ട്. അതോടെ നൈറ്റിയുടെ പണി കഴിഞ്ഞു. നൈറ്റികൾ ആവശ്യമുള്ളവർ എൻ്റെ ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണേ. അതുപോലെ മെറ്റീരിയലുകൾ ആവശ്യമുള്ളവരും ഇതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. തയ്ച്ച് പഠിക്കുന്നവർക്കൊക്കെ കുറഞ്ഞ വിലയ്ക്ക് ഞാൻ നൈറ്റി മെറ്റീരിയൽ അയച്ചു തരും. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് ഒരു ലൈക്ക് കൂടെ ഒന്ന് അടിച്ചേക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കമൻറ്റ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. നിങ്ങളുടെ കൂട്ടുകാർക്കൂടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 2 തവണ നമ്മൾ സ്റ്റിച്ച് ചെയ്തെന്നാണ് ഈ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഓവർലോക്കും ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനത്തെ ചുരിദാർ നൈറ്റികൾ ആ നെക്കിൻ്റെ ആ പോർഷന് ഒരു ഡിസൈൻ കൊടുക്കുന്നത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പെട്ടെന്ന് തയ്ച്ച് തീർക്കാം. ഓക്കെ, അങ്ങനെ നൈറ്റി തയ്ച്ചു കഴിഞ്ഞു.